തവനൂർ സെൻട്രൽ ജയിലിൽ അൻവറിന് ലഭിച്ചത് സ്പെഷ്യൽ പരിഗണന. കട്ടിലും ടേബിളിനും പുറമേ തനിച്ച് സെല്ലും നൽകി. രാവിലെ ഉപ്പുമാവും ഗ്രീൻ പീസും, ഉച്ചക്ക് മീനും തൈരും വറുത്തുപ്പേരിയും കൂട്ടി സദ്യയുമായിരുന്നു ഇന്ന് ജയിലിൽ. MLA-മാർക്കു നൽകുന്ന പരിഗണന മാത്രമാണ് നൽകിയതെന്നാണ് ജയിലധികൃതരുടെ വിശദീകരണം. 568 പേർക്ക് മാത്രം സൗകര്യമുള്ള തവനൂർ ജയിലിൽ നിലവിൽ കഴിയുന്നത് 651 പേരാണ്. 83 പേർ ജയിലിൽ അധികമായുണ്ട്. ശനിയാഴ്ചകളിൽ ജയിലിൽ മട്ടൻ വരെ നൽകുന്നുണ്ട്. ജയിലിലും അൻവർ ഭക്ഷണമെല്ലാം കഴിച്ചു. എല്ലാ ബ്ലോക്കിലും എത്തിച്ചു നൽകുന്ന ഭക്ഷണം സെല്ലിൽ നിന്നുള്ളവർ വന്നു എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നതാണ് പതിവ്. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ജയിൽ ഉച്ചഭക്ഷണത്തിനോടൊപ്പം മത്സ്യമുണ്ടാകും. ശനിയാഴ്ച മട്ടനും. മറ്റുള്ള ദിവസങ്ങളിൽ വെജിറ്റേറിയൻ വിഭവങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരൻ പണമില്ലാത്തതിനാൽ മട്ടൻ കഴിക്കാതിരിക്കുമ്പോൾ കുറ്റവാളികൾക്ക് മട്ടനും മീനും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് വിളമ്പുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തൈര്, കാബേജ്, പയറ്, ബീൻസ് തുടങ്ങിയ വറുത്ത ഉപ്പേരികളും ഇവിടെ നൽകി വരാറുണ്ട്. രാവിലെ പാൽച്ചായ തന്നെയാണ് നൽകാറുള്ളത്. ഇന്ന് രാത്രി ജയിലിൽ ചോറിന് പുറമെ കപ്പയുമുണ്ട്. കൂടെ രസവും അച്ചാറും. 20ഓളം തടവുകാർ ചേർന്നാണ് ഭക്ഷണം ഒരുക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള സൊസൈറ്റിയാണ് ഭക്ഷണത്തിനാവശ്യമായ മട്ടൺ ഉൾപ്പെടെ എത്തിക്കാറുള്ളതും. പച്ചക്കറിയും മറ്റും സപ്ലൈകോയും ഇവിടെയില്ലെങ്കിൽ സഹകരണ മേഖലയിലെ മറ്റ് സൊസൈറ്റികൾ വഴിയാണ് എത്തിക്കാറുള്ളതും. മാസം കൊട്ടേഷൻ വിളിച്ചാണ് ഭക്ഷണത്തിന് ഏൽപ്പിക്കാറുള്ളതെന്നാണ് ജയിൽ സൂപ്രണ്ട് പറയുന്നത്. നിലവിൽ തടവുകാരുടെ എണ്ണം കുറവാണെങ്കിലും പോലീസുകാരുടെ എണ്ണം കുറവുമാണ്. നിലവിൽ 12 ജീവനക്കാരുടെ കുറവാണ് ജയിലുള്ളത്. അതേസമയം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട PV അൻവർ MLA-ക്ക് വൈകിട്ടോടെ ജാമ്യം അനുവദിച്ചെങ്കിലും പുറത്തിറങ്ങിയിട്ടില്ല. നിലമ്പൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിധി സ്വാഗതാർഹമാണെന്നും ഇന്ന് തന്നെ ജയിലിൽ നിന്നിറങ്ങാൻ ശ്രമിക്കുമെന്നും അൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് റാഫി പ്രതികരിച്ചു. അറസ്റ്റിലായി 15 മണിക്കൂറിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡി ആവശ്യം പോലീസ് തള്ളിക്കളയുകയാണുണ്ടായത്. ഉപാധികളോടെയാണ് ജാമ്യം. 50,000 രൂപ ഓരോ ആൾക്കും ജാമ്യം കെട്ടിവെക്കണം. എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം. പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപയും കെട്ടിവെക്കണം എന്നിങ്ങനെയാണ് ഉപാധികൾ. അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് ഇന്നലെ രാത്രി നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.